എത്ര മക്കളുണ്ട് അച്ഛനെ? ഇല്ലേ? ഇല്ല, അച്ഛൻ കല്യാണം കഴിച്ചിട്ടില്ല. വിഷമാണ്. ഒറ്റപ്പെട്ടൊരവസ്ഥയിൽ കൂടെ ആയിരുന്നു സഞ്ചാരം മറ്റൊക്കെ ഉണ്ടായിരുന്നു. കരച്ചില് കണ്ടില്ല നിങ്ങള്? റെയിൽവേ സ്റ്റേഷനിൽ കിട്ടിയതാ അത്രേ അച്ഛനെ. ഇത് എടപ്പാൾ കൃഷ്ണച്ചൻ ഞങ്ങളൊക്കെ വിളിക്കും. ഞങ്ങളുടെ ഇവിടുത്തെ തലമൂത്ത കാർന്നരായിട്ടോ വലിയൊരു അച്ഛനായിട്ടൊക്കെ ഞങ്ങൾ കൊണ്ടു നടക്കുന്ന ഒരാളാണ്. അച്ഛനിപ്പോ ഞങ്ങൾക്ക് കിട്ടിയിട്ട് ഒരു 2 വർഷത്തോളം ആവണു. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് നമുക്ക് കിട്ടണത്. ആരുമില്ലാത്തൊരു സാഹചര്യത്തിൽ സഞ്ചരിച്ചിരുന്ന ഒരു എന്താ പറയുക അല്ലേ, വിഷമാണ്. ഒറ്റപ്പെട്ടൊരവസ്ഥയിൽ കൂടെ ആയിരുന്നു സഞ്ചാരം മറ്റൊക്കെ ഉണ്ടായിരുന്നത്. റെയിൽവേ സ്റ്റേഷനിലായിരുന്നു അഭയം പ്രാപിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. കൃഷ്ണേട്ടൻ്റെ കരച്ചിൽ കണ്ടില്ല നിങ്ങള്? റെയിൽവേ സ്റ്റേഷനിൽ കിട്ടിയതാ അത്രേ അച്ഛനെ. അച്ഛൻ്റെ കണ്ണുനീര് കാണുമ്പോൾ ഞമ്മക്ക് തന്നെ വല്ലാത്ത വിഷമാവുന്നു. നിങ്ങളേ ഒന്നും വേണ്ട, പ്രിയപ്പെട്ടവർ ഇവരൊക്കെ കാണുമ്പോൾ എന്താ വേണ്ടതെന്നറിയോ? നിങ്ങൾ ഒരിക്കലും ഭാരാവൂല കേട്ടോ. ഇവിടെ വന്നിട്ട് നിങ്ങൾ വരുമ്പോൾ കൃഷ്ണേട്ടൻ നിങ്ങൾ കൊണ്ടുപോകണമെന്ന് നമ്മളൊന്നും ഒരിക്കലും പറഞ്ഞ അങ്ങനെയൊന്നും നിങ്ങളെ തലയിൽ വെച്ചേക്കൊന്നുമില്ല. പക്ഷെ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും അറിയുന്ന ഒരാളുണ്ടെങ്കിൽ ഒന്ന് നമ്മൾ കെട്ടിപ്പിടിച്ച് നമ്മൾ ഒരു ഉമ്മ കൊടുത്തോണ്ടൊന്നും ആ സ്നേഹം മാറില്ല. അവർക്ക് കിട്ടേണ്ട സ്നേഹം നിങ്ങളെയാണ്. മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഞങ്ങളിവിടെ പുറകിലുണ്ട്. അച്ഛനെ സങ്കടപ്പെടുത്തുന്ന ഈ ഒരു കണ്ണുനീര് കാണുമ്പോൾ നിങ്ങൾ ആരാ എന്താണെന്നൊന്നും പറയണ്ടഞ്ഞി. ഇവിടെ ഒരു നേരത്തെ ഭക്ഷണത്തിന്റെ കൂടെ ഇവരെ കൂടെ വന്നിരിക്കുക. അപ്പോൾ അവരോട് വന്നിട്ട് നിങ്ങളെ സ്നേഹം പങ്കിടുക. കൃഷ്ണച്ചന് വേറൊരു കഥയും കൂടി ഉണ്ട്. അദ്ദേഹത്തിന്റെ സർവീസിന്ന് വലിയ മോശമല്ലാത്തൊരു എമൗണ്ട് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു. ആ ക്യാഷുമായിട്ടാണ് അദ്ദേഹം ഇവിടെ എത്തുന്നത്. അതായത് ഇവിടെ അല്ല, ട്രസ്റ്റിലല്ല, ഷൊർണൂർ. അവിടുന്ന് പോക്കറ്റ് അടിച്ച് പോവുകയും പിന്നെ ഒന്നുമില്ലാതെ വട്ടപൂജയായിട്ട് നിൽക്കുമ്പോഴാണ് ഇങ്ങോട്ടേക്ക് അവർ കൊണ്ടുവന്ന് ആക്കി തരുന്നത്. അപ്പം അദ്ദേഹത്തിന് ഞങ്ങളാണ് വലിയൊരാള് അല്ലേ, നമ്മളാണ് അല്ലേ ഇവിടെ മക്കളായിട്ടും സഹോദരിമാരായിട്ടും നോക്കുന്നില്ലേ അച്ഛനെ? അച്ഛന് കിട്ടാത്ത വിഷമം മറ്റുള്ളവര് ഒറ്റപ്പെട്ട ഒരു വിഷമമുണ്ട് അച്ഛനില്ലേ? ഇപ്പോ എത്ര മക്കളുണ്ട് അച്ഛനെ? ഇല്ലേ? ഇല്ല, അച്ഛൻ കല്യാണം കഴിച്ചിട്ടില്ല. അങ്ങനെയാണ് നമുക്ക് അച്ഛൻ തന്നിട്ടുള്ള റിപ്പോർട്ട്. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞു തരാറില്ല അച്ഛൻ, കാരണം ഒതുക്കി നടക്കുന്ന ഒരു കൂട്ടത്തിലാണ്. എന്നിരുന്നാലും അച്ഛന് കൊടുക്കാൻ പറ്റുന്ന കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഞങ്ങൾ കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഈ അടുത്തിടെ എൻ്റെ ഹൗസ് വാമിങ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ തങ്ങളെ സംബന്ധിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അവിടെ ഞങ്ങൾക്ക് ഒരു അച്ഛനായിട്ട്, എനിക്ക് അച്ഛനില്ല, എൻ്റെ അച്ഛൻ മരണപ്പെട്ടു പോയതാണ്. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്താണ് ഞാൻ കൊണ്ടുപോയത്. അവിടെ ഉണ്ടായിരുന്നു കൂട്ടായിട്ട്. എല്ലാവരും കൊണ്ടുപോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, എല്ലാവരും കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല, എന്നാലും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചില നിമിഷങ്ങൾ കൺകളിൽ കാരുണ്യസാഗരം, വളയിട്ട കൈകളിൽ പൊന്നാതിര, പൂങ്കവിൽ വിടരുന്ന താമര. എന്താ പറയാന്നുള്ളത് അറിയില്ല കേട്ടോ. ഇവിടേക്കൊന്ന് വരാൻ വേണ്ടിയിട്ട് പലവരോടും വിളിച്ചു പറഞ്ഞെന്താണെന്നറിയോ? നമ്മളെല്ലാവരും ഇവിടെ കയറി വരുമ്പോൾ വല്ലാത്ത സന്തോഷം തോന്നും. കണ്ടില്ലേ, നമ്മളെ പെങ്ങളുടെ വീട് ഇരിക്കലിൻ്റെ അന്ന് അച്ഛനില്ല, അച്ഛൻ മരണപ്പെട്ടു പോയി. പക്ഷേ ഈ അച്ഛനോ ആരുമില്ല. പക്ഷെ അച്ഛനക്ക് മകളായിട്ട് ഇവിടെ ഒരാളുണ്ട്. തൻ്റെ വീട്ടിലെ ഒരു വീട് ഇരിക്കലിൻ്റെ അന്ന് അച്ഛനെ ഒരു വീടിൻ്റെ പോലായ്മ ഇരുത്തിക്കൊണ്ട് ഇത് എൻ്റെ അച്ഛനാണെന്ന് പറയുമ്പോൾ ആ പെങ്ങൾക്ക് കിട്ടുന്നേക്ക സന്തോഷം ഈ അച്ഛന് കിട്ടുന്നുണ്ട്. റൂട്ടിലൊക്കെ നമ്മൾ ഒഴിവാക്കി വിടുന്ന ആൾക്കാരെ നമ്മൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇവിടെ കൊണ്ടുവരുമ്പോൾ ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, ഇവിടെ പലരും വന്നിട്ട് കാണുമ്പോഴുള്ള സന്തോഷം ഉണ്ടല്ലോ, ആ സന്തോഷം നിങ്ങൾക്ക് ഉണ്ടാകണമെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം ഇവരെ നേരത്ത് വന്നിരുന്നിട്ട് ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ ചെലവഴിച്ചിട്ട് ഇവരെ കൂടെ ഇരുന്ന് നിങ്ങൾ പോകണേ പ്ലീസ്.